ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് നമ്മൾ ഈ റൂമിൻ്റെ ആംബിയൻറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് ഈ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് LCDയിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ സെൻസേഴ്സ് കുറേ അവൈലബിൾ ആണ്. ഇന്ന് നമ്മളിവിടെ എടുത്തേക്കുന്നത് DHT11 ഈ സെൻസറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൻസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് നമുക്ക് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും രണ്ട് ഫംഗ്ഷനും ഇത് ചെയ്യും. ഹ്യൂമിഡിറ്റി നമുക്ക് എടുക്കാം, ഇതിൽ നിന്ന് ടെമ്പറേച്ചർ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ടെമ്പറേച്ചർ മാത്രം ചെയ്യാനുള്ളതാണ് നമ്മുടെ കോഡിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം 3 പിന്നുണ്ട്. എല്ലാ സെൻസറിനെയും പോലെ VCC, ഗ്രൗണ്ട്, ഡേറ്റ എടുക്കാനുള്ളത്. അപ്പോൾ മിക്ക സെൻസേഴ്സിനും നമുക്കറിയാം നടുക്കത്തെ പിന്നാണ് ഡേറ്റ. അപ്പോൾ ഇതൊരു മൊഡ്യൂളായിട്ട് വന്ന കാരണം നമുക്കിതിൽ കിടപ്പുണ്ട്. ഡേറ്റ പിൻ ഏതാണ്, ഇൻ ഏതാണ്, ഗ്രൗണ്ട് ഏതാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ്, അതായത് നിങ്ങൾ ഈ ഒരു സെൻസർ വെച്ചൊരു പ്രോഗ്രാം ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഹോം ഓട്ടോമേഷനിലൊക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ചെയ്യേണ്ട എല്ലാ പ്രൊജക്ട്സും നമുക്ക് ഫെമിലിയർ ആകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. LCD നമ്മൾ ഓൾറെഡി ചെയ്തൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ കണക്ഷൻ കൊടുക്കാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഓൾറെഡി ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് DHT സെൻസർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ DHT സെൻസറിന് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഇതാണുള്ളത്. VCC, ഡേറ്റ, ഗ്രൗണ്ട്. അതിൽ VCC നമ്മൾ റെഡ് ബോർഡിൻ്റെ പോസിറ്റീവിലോട്ട് കൊടുത്തു. പിന്നെ ഡേറ്റ പിന്ന് നമുക്ക് ഡിജിറ്റൽ പിൻ ഏതിൽ വേണമെങ്കിലും കൊടുക്കാം. ഈ സെൻസറിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈ സെൻസർ തരുന്ന വാല്യൂ ഡിജിറ്റലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ പിന്നിലോട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പിന്ന്. ഞാനിവിടെ ഡിജിറ്റൽ പിൻ 7 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രൗണ്ട് കൊടുക്കുക. ഇതാണ് കണക്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് കോഡ് ഓൾറെഡി എഴുതിയ കോഡ് ഞാൻ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. കോഡ് ആർഡിനോ IDEയിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് കയറ്റാം, ബേൺ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് LCDയിൽ നമ്മൾ അതായത് നമ്മുടെ ആർഡിനോയിലോട്ട് നമ്മളിപ്പോൾ കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഈ സെൻസർ സെൻസ് ചെയ്യുന്ന ഡേറ്റ നമ്മൾ ആർഡിനോയിൽ കൊടുത്തു. അതായത് നമ്മൾ ആ രീതിയിലാണ് പ്രോഗ്രാം എഴുതിയേക്കുന്നത്. ഈ സെൻസ് ചെയ്യുന്ന ഡേറ്റയെ ഒരു വേരിയബിളിൽ കൊടുത്ത് നമ്മൾ ആ ഓരോ വട്ടവും, അതായത് റിയൽ ടൈമായിട്ട് ഇതിൽ ചേഞ്ച് ചെയ്യുന്ന ഓരോ വാല്യൂസും ഈ ആർഡിനോയിൽ വരും. ആർഡിനോ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, LCDയിലോട്ട് ആ വരുന്ന ഔട്ട്പുട്ടിനെ കാണിക്കുന്നു, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. കാരണം ആർഡിനോയിൽ നമുക്കറിയാം ഒരു കൺട്രോളർ ഉണ്ട്. അപ്പോൾ ഈ കൺട്രോളറാണ് എന്താണ് നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്നുള്ള രീതിക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ കാണാം ഈ LCDയിൽ ഇപ്പം ടെമ്പറേച്ചർ കറൻ്റ്ലി നമ്മുടെ റൂം ടെമ്പറേച്ചറാണ് ഈ 33 ഡിഗ്രി സെൽഷ്യസ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ടെമ്പറേച്ചർ വേരി ചെയ്ത് നോക്കാം. അതായത് DHT സെൻസറിലോട്ട് ഹീറ്റ് കൊടുത്ത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഹീറ്റ് കൊടുക്കാനായിട്ട് ഒരു ലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രയറോ ഇപ്പം നമ്മൾ ഹെയർ യൂസ് ചെയ്യുന്ന ഡ്രയറൊക്കെ ഇല്ലേ, അതിൽ നിന്ന് ഹീറ്റ് കൊടുത്താലും മതി. ഇതിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ടെമ്പറേച്ചർ സെൻസർ നമ്മൾ ആ സെൻസറിലോട്ട് ലൈറ്റർ കൊടുക്കുമ്പോൾ ഹീറ്റ് കൂടുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് LCDയിലോട്ട് നോക്കിയാൽ കാണാം LCD ഡിസ്പ്ലേയിൽ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കുക 34 ഡിഗ്രിയിൽ നിന്ന് 35 ആയി. താങ്ക്സ് ഫോർ വാച്ചിങ്.